റെഡിയാ? എടോ ഭയങ്കര ടെൻഷനിലാണ്. എടോ ഓന്റെ ടെൻഷനിൽ മരുന്ന് എന്തെങ്കിലും ഉണ്ടോ? ഓന്റെ ടെൻഷൻ കണ്ടിട്ട് എനിക്കും ഭയങ്കര ടെൻഷനാണ്. എനിക്കുള്ളത് ഉള്ളിലുണ്ട്. ശുക്രേ. വടക്ക് ദിക്കിലൊരു കറക്ക് ചെക്കനിത നറുക്കു വീണ തിരുമംഗലം. കടക്കണ്ണോക്കിൽ ഒരു പൊടിക്കുന്നോണമിടും ഇടുക്കി പെണ്ണവള തേൻകുടം. വടക്ക് ദിക്കിലൊരു കറക്ക് ചെക്കനിത നറുക്കു വീണ തിരുമംഗലം. കടക്കണ്ണോക്കിലൊരു പൊടിക്കു നാണമിടും ഇടുക്കി പെണ്ണവള് തേൻകുടം. ഇരുവരും ഇരുദൂരെ നിന്നും ഒരു കുടയുടെ ചോട്ടിലെത്തും. അതിനൊരു വിരുന്നിന്നൊരു കണ്ണാടി തോടിക്കൂടുന്നു. വടക്ക് ദിക്കിലൊരു കറക്ക് ചെക്കനിത നറുക്കു വീണ തിരുമംഗലം. കടക്കണ്ണോക്കിലൊരു പൊടിക്കു നാണമിടും ഇടുക്കി പെണ്ണവള് തേൻകുടം. ചെറു ചെറു ചിരികൾ പറയണു പലതും. ഇനി ഇവരുടെ മണിയറയതിൽ ഇന്നോളം കേൾക്കാത്ത പായാരമായിടുമോ. വടക്ക് ദിക്കിലൊരു കറക്ക് ചെക്കനിത നറുക്കു വീണ തിരുമംഗലം. കടക്കണ്ണോക്കിലൊരു പൊടിക്കു നാണമിടും ഇടുക്കി പെണ്ണവള തേൻകുടം. ഇരുവരും ഇരുദൂരെ നിന്നും ഒരു കുടയുടെ ചോട്ടിലെത്തും. അതിനൊരു വിരുന്നിന്നൊരു കണ്ണാടി തോടിക്കൂടുന്നു. വടക്ക് ദിക്കിലൊരു കറക്ക് ചെക്കനിത നറുക്കു വീണ തിരുമംഗലം. കടക്കണ്ണോക്കിലൊരു പൊടിക്കു നാണമിടും ഇടുക്കി പെണ്ണവള തേൻകുടം. വടക്ക് ദിക്കിലൊരു കറക്ക് ചെക്കനിത നറുക്കു വീണ തിരുമംഗലം. കടക്കണ്ണോക്കിലൊരു പൊടിക്കു നാണമിടും ഇടുക്കി പെണ്ണവള തേൻകുടം. കിട്ടിയതും കൊടുത്തൊക്കെ കൂട്ടി നോക്കിയപ്പോ കല്യാണം ഒരു കുറ്റമില്ലാണ്ട് എങ്ങനെയോ കഴിഞ്ഞു വേണം പറയാൻ. കുറ്റമൊന്നുമില്ലെന്ന് ആരാ പറഞ്ഞ? ചുറ്റിനിരുന്ന് കുറ്റം മാത്രം പറയുന്ന കേട്ടാ. മോളെ, ഈ മാല എത്ര പവനാ? അറിയില്ല. ഏതാ ജ്വല്ലറി? അത് നാട്ടിലൊരു ജ്വല്ലറിന്നാ. 916 കിട്ടണമെങ്കിൽ നല്ല ജ്വല്ലറി തന്നെ വാങ്ങണം. അല്ലോളെ, ഈ അരപ്പട്ട ഞാടുന്ന എന്നാന്ന് വാങ്ങിന്? ഇതതിന് പൊന്നല്ല. മുക്കു പണ്ടാ മുഴുവനോ? ആരും നാഗുലേട്ടന്റെ വീട്ടിലെത്തിയപ്പോ ആദ്യം പലരും പല ചോദ്യങ്ങളാ ചോദിച്ചത്. മാസങ്ങൾ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ പിന്നെ അതൊരൊറ്റ ചോദ്യത്തിലേക്ക് ചുരുങ്ങി. ഒരു മാസ്റ്റർ പീസ് ചോദ്യം. മോളെ, വിശേഷമൊന്നായില്ലേ? ആദ്യം കേട്ടപ്പോ എനിക്ക് ചിരിയാ വന്നേ. മോളെ, വിശേഷം എന്തെങ്കിലും ആയോ? അല്ലണേ, കല്യാണം കഴിഞ്ഞിട്ട് കൊറേ ആയല്ല. വിശേഷമൊന്നുമില്ലേ? വിശേഷമൊന്നുമില്ലേ? പിന്നെ നാണം വന്നു. നിങ്ങളിപ്പോഴും നോക്കുന്നൊന്നുമില്ലേ? മോളെ, വിശേഷമൊന്നുമില്ലേ? പിന്നെ എന്തോ പോലെ ആവാൻ തുടങ്ങി. പിന്നെ അത് തുറച്ചു നോട്ടായി. വിശേഷമൊന്നുമില്ലേ? വിശേഷമൊന്നുമില്ലേ? നിങ്ങളിപ്പോ നോക്കുന്നൊന്നുമില്ലേ? പിന്നെ ദേഷ്യം വന്നു. അല്ല രാജമ്മേ,
മോളെ ഇതെന്തമ്മായി അവതാർ സിനിമയാ ഇല്ല പേസ്റ്റിലെടുത്ത് മോത്താർ തേച്ചിനല്ല. അത് നീ ആട് നോക്കിട്ടാ വീട് നോക്കിയാട്ടെ തെയ്യം കെട്ടിയ പോലെയുണ്ട്. ഇപ്പുറത്ത് മുയ്മൻ എന്റെ പരയിലെ ക്ലോസപ്പാ. ഞാൻ ഇവളോട് എപ്പോഴും പറയലുണ്ട് ഇപ്പൊ ഇത്ത ഭർത്താനായിട്ട് ഇപ്പോഴത്തെ പിള്ളേരെടുത്ത് പോണ്ടാന്ന്. ഇപ്പൊ എന്തായി ഓളെടുക്കുന്ന കണിപ്പിന് കിട്ടിയില്ലേ? ആ എന്താ മോറ്റേ? അതിന്റെ ഓളോട് പോയി ചോദിക്കേ. എന്താ അമ്മായി ശരിക്കണ്ടായേ? എന്റെ ഓളിന്റെ അടുത്ത് ചായ വെച്ചടാ. ചായ വെച്ചാ എന്തിന്? ഓക്ക് വിശേഷം ഉണ്ടോന്ന് വെച്ചാന് അന്ന പെടക്ക് ചോദ്യം കാനാ. എന്തിനാ അമ്മായി ചോദിച്ചതിനെ ചോദിച്ചോണ്ടിരിക്കുന്നത്? വേറെ എന്തെല്ലാം ചോദിക്കും? അതന്നെ വേറെന്തെങ്കിലും ചോദിച്ചാലോ ഓക്ക് ദേഷ്യം വരൂലാലോ മോനെ. ഇവക്ക് എപ്പോഴുള്ള പണിയാന്ന് കൊക്ക കെട്ടി പറിക്കല്. ആ ശരി ഇപ്പൊ എന്തായോ കുറ്റം? പിന്നല്ലാണ്ട് ഓ കേർപ്പല്ലാത്തോണ്ടല്ലേ ചോദിച്ചോണ്ട് നീ അതിനെ ചോദിക്കാനോ? ഇനി ചോദിക്കാൻ നമ്മളിങ്ങ് വരുന്നില്ല പോരെ. ശതങ്ങൊന്ന് സമാധാനിക്ക്. ഈ രാജമ്മ ഇവൻ വന്നിട്ട് പോയാ മതി അറിയണേ. ഞാളെ പാവാടേ നാങ്ങിങ്ങനെ ഇരുന്നോ ഒരു വാണത്താവ്. അമ്മായി ആസ്പത്രി പോയിട്ട് പോവാന്ന്. ഞാൻ അതിന്റെ ഓളെ കൊണ്ടേ കാണിക്കടാ. ഓക്ക് പിരാന്താ. ഞാൻ മുഖത്ത് പേസ്റ്റ് അടിച്ചിട്ട് പോ, നാട്ടുകാർ കാണൂ. കാണട്ട് എല്ലാരും അറിയട്ട് എന്റെ മരോളെ താനിക്കോണം. ഇനി ഒന്ന് സൂക്ഷിച്ച രാജമ്മേ. ഇന്നോള് ചായ വെച്ച് നാളെ എന്റെ വീട്ടിൽ എത്ത അയാളെ ചെണ്ണ വയ്ക്കാതെ നോക്കിക്കോ. കാഞ്ഞ വിത്തിന് എന്റെ മോൻ കെട്ടിക്കോട്ടാന്ന് ശാന്തമാരാ ഞാൻ കാണിച്ചു കൊടുക്കാം. എനിക്കെന്താ ചോദിക്കാനും പറയാൻ ആരും ഞാൻ വിചാരിച്ചിനോ? എല്ലാത്തിനും ഞാൻ കോടതി ഏറ്റു. പിരാന്ത് ഒക്കെ പെറാൻ പറ്റാത്തതിന്റെ ദേഷ്യം എന്നോട് കാണിക്ക. എന്റെ വീട്ടത്തിൽ ചായ വെച്ചണേ. അതെയാ? ആ എങ്ങനെ? നല്ല തിളച്ചിട്ട് പതവന്ന ചായ തന്നെയാ. എല്ലാത്തിനും ഞാൻ കാണിച്ചു. ഓളെ ശീതപ്പ ഇന്നേ മാറ്റി കൊടുക്കാം. മൊഞ്ചുള്ളൊരു വീട് കണ്ടപ്പോ അസൂയ. നാട്ടുകാരുടെ പെരടി കയറാതെ ഇങ്ങോളം നിലയ്ക്ക് നിർത്തിക്കൊന്നുമില്ല. മോനെ നകുല വീടിയെ പോകുമ്പോ ഒരു പേസ്റ്റും കൂടി വാങ്ങണേ മോനെ. ക്ലോസപ്പ് അല്ലേ? ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് നിനക്കൊന്നും പറയാനില്ലേ? ഉണ്ട്. എന്ത്? പൊള്ളലിന് പേസ്റ്റ് അല്ല നല്ലത്, ബെനോള. കുറച്ചുകൂടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചു. ഏതോള്?